ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരെ, ഇന്ന് ആഗോള ലഹരി വിരുദ്ധ ദിനമാണ്. ലോകമെമ്പാടും ലഹരിക്കെതിരെ ജനങ്ങൾ പ്രതിജ്ഞയെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം. നമ്മുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമ്മൾ ഒന്നുകൂടി പുതുക്കേണ്ടുന്ന ദിവസം. വിശേഷിച്ചും മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, മദ്യത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള മഹത്തായിട്ടുള്ള ദർശനമാണ് ഇസ്ലാം. മദ്യത്തിനെതിരെ ഇസ്ലാമിനെ പോലെ സംസാരിച്ച ഒരു പ്രസ്ഥാനവും ഒരു മതവും ലോകത്തില്ല. ഈ അർത്ഥത്തിൽ മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുവാൻ ഈ ലഹരി വിരുദ്ധ ദിനത്തെ ശക്തമായി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് പാരത്രികമായ വിജയം, ഉഖ്റവിയായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ മഹത്തായ വചനങ്ങൾ മദ്യത്തിനെതിരെ ധാരാളമായിട്ട് നമ്മോട് സംവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിശ്ചയം മദ്യം, ഇന്നമൽ ഖംറു, നിശ്ചയം മദ്യം, വൽ മൈസിറു, ചൂതാട്ടവും, വൽ അൻസ്വാബു വൽ അസ്ലാമു, പ്രതിഷ്ഠയും വിഗ്രഹങ്ങളുമെല്ലാം, റിജ്സും മിൻ അമലിശ് ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നമ്മോട് പറയാണ്, വിശ്വാസികളെ, നിശ്ചയം മദ്യം, ചൂതാട്ടം, പ്രശ്നം വെക്കൽ, വിഗ്രഹങ്ങൾ എല്ലാം പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടതുണ്ട്. മദ്യത്തിൽ നിന്നും, ചൂതാട്ടങ്ങളിൽ നിന്നും, പ്രതിഷ്ഠകളിൽ നിന്നും, വിഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണം. നിങ്ങൾക്ക് വിജയം സാധ്യമാവണമെങ്കിൽ, വിജയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ താൽക്കാലികമായ വിജയത്തെ സംബന്ധിച്ച് മാത്രമല്ല ഖുർആൻ സംസാരിക്കുന്നത്. ഈ ലോകത്തെ വിജയം, അതോടൊപ്പം പാരത്രികമായിട്ടുള്ള വിജയം, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയേ പറ്റൂ. തുടങ്ങുന്നത് തന്നെ മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിൽക്കലാണ് വിശ്വാസിയുടെ പ്രഥമമായ ബാധ്യതകളിൽ ഒന്നാമത്തേത്. കാരണം ബഹുദൈവാരാധനയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ വചനത്തിൽ അല്ലാഹു തആല മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ ഗൗരവമാണ് പ്രഥമമായിട്ട് സൂചിപ്പിക്കുന്നത്. മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം ഇത് മദ്യം നിരോധിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആദ്യത്തെ വചനമായിരുന്നു.
തുടർന്നാണ് പ്രതിഷ്ഠകൾ, അതുപോലെ വിഗ്രഹങ്ങൾ. ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം എന്ന് പറയുന്നു. അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം, അത് വലിയ പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ മദ്യം നിരോധിക്കുന്ന ആദ്യത്തെ വചനമായതുകൊണ്ട് മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. പിശാചിൻ്റെ മാലിന്യങ്ങളാണ് മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളുമെല്ലാം. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം, നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. ഇന്നമാ യുരീദു ശൈത്വാനു, നിശ്ചയം പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ മദ്യം ഒഴിവാക്കിയേ പറ്റൂ. ഖുർആൻ ഈ വചനം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ വിരമിക്കുന്നില്ലേ മനുഷ്യരെ? നിങ്ങൾ വിരമിക്കുന്നില്ലേ? ഇനിയും കുടിച്ചു കൂത്താടി ജീവിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അള്ളാഹു ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മദ്യം സമ്പൂർണമായി നിരോധിക്കുന്ന ആദ്യത്തെ ഈ വചനം ഇറങ്ങിയപ്പോൾ അറേബ്യയിൽ മദ്യത്തിൻ്റെ ഒരു ആറ് തന്നെ ഒഴുകി എന്നതാണ് ചരിത്രകാരൻ്റെ ഭാഷ. മദ്യത്തിൻ്റെ പുഴ ഒഴുകി, മദ്യം ഒഴുകി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രയോഗിക്കാറുള്ളത് ഉദാരമായ മദ്യനയം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഖുർആൻ മദ്യം നിരോധിച്ചപ്പോൾ അറേബ്യയിൽ മദ്യത്തിൻ്റെ പുഴ ഒഴുകി, മദ്യത്തിൻ്റെ ആറ് തന്നെ ഒഴുകി എന്ന് ചരിത്രകാരൻ പറയുമ്പോൾ ജനങ്ങൾ മദ്യം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. മദ്യചഷകം അവരുടെ ചുണ്ടുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അവരുടെ സദ്യകളിൽ നിന്നവർ മദ്യത്തിൻ്റെ കുപ്പിയെടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞു. ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുവരെയും മദ്യം ഒഴിവാക്കാത്ത ചിലർ ഖുർആനിന്റെ ഈ വചനം ഇറങ്ങുമ്പോൾ സദ്യകളിലിരുന്നു മദ്യം വിളമ്പുകയായിരുന്നു. അവരും ആ മദ്യചഷകം തെരുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇൻതഹൈന ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഇന്നീ ലഖായിമുൻ അസ്തിയബാത്തുൽ ഹത വഫുലാനൻ വഫുലാനൻ. ഞാൻ അബൂ ത്വൽഹയ്ക്കും ഏതാനും ചില ആളുകൾക്കും മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ജാഅ റജുലുൻ, ആ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ വന്നത്. ഫഖാൽ, എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഹൽ ബലഗകുമുൽ ഖബർ, നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ മനുഷ്യരെ, നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? ഫഖാലു, അവരെ ചോദിച്ചു, ഒമാദാക്, എന്ത് വിവരത്തെ സംബന്ധിച്ചാണ് നീ പറയുന്നത്? ഖാൽ, ആ മനുഷ്യൻ പറഞ്ഞു, ഹുരിമത്തിൽ ഖംർ, മദ്യം നിഷിദ്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ആ വിവരം അറിഞ്ഞില്ലേ? മദ്യം അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു, ആ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഖാലു, അവരെ പറഞ്ഞു, ഉഹ്രിഖ് ഹാദിഹിൽ ഖിലാൽ യാ അനസ്, അനസേ, ഈ മദ്യചഷകങ്ങളെല്ലാം തെരുവിലേക്ക് വലിച്ചെറിയൂ. ഇനി ഇത് കുടിക്കുന്നതിൽ അർത്ഥമില്ല, ഇനി ഇത് കുടിക്കാൻ പാടില്ല. ഖുർആൻ അത് സമ്പൂർണമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അനസേ, ഉഹ്രിഖ് ഹാദിഹിൽ ഖിലാൽ, ഈ മദ്യചഷകം വലിച്ചെറിയൂ നീ. ഖാൽ ഫമാ സഅലു അൻഹാ വലാ രാജഉഹാ ബഅദ ഖബരി റജുൽ. ഈ മനുഷ്യൻ ഇവരോട് ഈ വിവരം പറഞ്ഞതിന് ശേഷം പിന്നീടവർ മദ്യത്തിലേക്ക് മടങ്ങിയിട്ടില്ല, പിന്നീടവർ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ല. അതാണ് സ്വഹാബിമാർ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം എന്ന്
മരണപത്രം എഴുതിക്കൊണ്ട് മരിച്ചിരുന്ന ഒരുപാട് ആളുകൾ അറേബ്യയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധാരാളം കവികൾ ഉണ്ടായിരുന്ന നാടാണ് അറേബ്യ എന്ന് പറയുന്നത്. പക്ഷേ വളരെ കർക്കശമായി ഖുർആൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ. അവിടെ ഒന്നടങ്കം അവരെ പ്രഖ്യാപിച്ചു. ഒരാൾ പോലും മാറി നിൽക്കാതെ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു, ഇൻതഹൈനാ ഇൻതഹൈനാ, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് പാരത്രികമായ വിജയമാണ്. മദ്യത്തിലൂടെ എത്രമാത്രം ആനന്ദവും ആസ്വാദനവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് വേണ്ടത് മരണാനന്തര ജീവിതത്തിലുള്ള വിജയമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പാരത്രികമായ ബോധത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇസ്ലാം ഒരു ജനതയെ സംസ്കരിച്ചത്. ലോകതലത്തിൽ തന്നെ മനുഷ്യർ ഏറ്റവും അധികം അടിപ്പെട്ടിരിക്കുന്നത് ലഹരിക്കാണ്. ലഹരിമുക്തമായ ഒരു സാമൂഹിക ക്രമത്തെ ലോകത്ത് സൃഷ്ടിക്കുവാൻ ഇസ്ലാമിക സമാജത്തിന് സാധ്യമായി. പരലോകബോധത്തിൽ ഊന്നിയ ജീവിത വീക്ഷണത്തെ വളർത്തിയെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ നീചവൃത്തികളുടെയും മാതാവാണ് മദ്യം. എല്ലാ നീചവൃത്തികളുടെയും മാതാവാണ് മദ്യം. അക്ബറുൽ കബായിർ, എല്ലാ വൻദോഷങ്ങളിലും ഏറ്റവും വലുതാണ് മദ്യം. മൻ ശരിബഹ വഖഅല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി, ആരെങ്കിലും മദ്യപിച്ചാൽ അയാൾ തൻ്റെ മാതാവിൻ്റെ മീതെ, തൻ്റെ പിതൃ സഹോദരിയുടെ മീതെ, തൻ്റെ മാതൃ സഹോദരിയുടെ മീതെ ചാടി വീഴും. അതാണ് മദ്യം. മനുഷ്യനെ ഭീകരമായ ആസക്തികളിലേക്ക് കൊണ്ടുപോകുന്ന മദ്യം, മനുഷ്യന്റെ മനസ്സിനെ പൈശാചികമാക്കുന്ന മദ്യം. ആ മദ്യം നിങ്ങൾ ഒഴിവാക്കണേ. അതെല്ലാ തിന്മകളുടെയും മാതാവാണ്. അത് വൻദോഷങ്ങളിൽ വലുതാണ്. അത് കുടിച്ചാൽ അവൻ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയില്ല. തൻ്റെ മാതാവിൻ്റെ മീതെ, തൻ്റെ പിതൃ സഹോദരിയുടെ മീതെ, തൻ്റെ മാതൃ സഹോദരിയുടെ മീതെ ഈ മനുഷ്യൻ ചാടി വീഴും. എത്ര പേക്കൂത്തുകളാണ് ദിനംപ്രതി മദ്യപാനികൾ ചെയ്യുന്നതായി നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തശ്റബുൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, നിങ്ങൾ മദ്യപിക്കരുത് മനുഷ്യരെ, നിശ്ചയം മദ്യം എല്ലാ തിന്മകളുടെയും താക്കോലാണ്. എല്ലാ തിന്മകളുടെയും താക്കോലാണ് ഖംർ. ഖംർ എന്നാണ് മദ്യത്തിന് ഖുർആനും ഹദീസും പ്രയോഗിച്ചിട്ടുള്ളത്. ധാരാളമായി മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഖംർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മറക്കുക, മൂടുക എന്നൊക്കെയാണ് ഖംർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധിയെ ലഹരിയാൽ മറക്കുന്നതും മൂടുന്നതുമാണ് മദ്യം. അതിനാൽ ലഹരിയുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. അത് പാനീയങ്ങളാകട്ടെ, അത് മയക്കുമരുന്നുകളാവട്ടെ, ദ്രവ്യങ്ങളാകട്ടെ, എല്ലാം മദ്യത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. മനുഷ്യരെ ലഹരിയിൽ മൂടുന്ന വസ്തുക്കൾക്കാണ് മദ്യം എന്ന് പറയുന്നത്. അത് പാനീയമാണെങ്കിലും മയക്കുമരുന്നുകളാണെങ്കിലും ദ്രവ്യങ്ങളാണെങ്കിലും എല്ലാം മദ്യത്തിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുക. അവയ്ക്കെല്ലാം മദ്യത്തിൻ്റെ വിധി ബാധകവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, കുല്ലു മുസ്കിരിൻ ഖംർ വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി വസ്തുക്കളും അത് മദ്യമാണ്. എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ്. അതിൽ നിന്ന് അകന്നു നിൽക്കണം. എല്ലാ ലഹരി വസ്തുക്കളും അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ആൽക്കഹോളിക് കണ്ടന്റ് അതുള്ളത് കൊണ്ട് മാത്രം സാനിറ്റൈസർ പോലുള്ളവയെ അത് കൈകളിൽ പുരട്ടുന്നത് കൊണ്ട് വിരോധമില്ല എന്ന്. അതിനെ നിഷിദ്ധമാക്കേണ്ടുന്ന കാര്യമില്ല. അത് ആൽക്കഹോളിക് കണ്ടന്റ് ആണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത് അണുനശീകരണത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ തൻ്റെ ലഹരി ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമല്ല. അത് നമുക്ക് ഹറാമിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക സാധ്യമല്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, മദ്യത്തിൽ നിന്ന്
അകന്നു നിൽക്കാനുള്ള ശക്തമായ പ്രേരണയോടൊപ്പം തന്നെ മദ്യപാനത്തിലേക്കുള്ള എല്ലാ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടക്കുന്നുണ്ട് എന്ന്. മദ്യപാനത്തിലേക്കുള്ള എല്ലാ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംർ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംർ, മദ്യം കുടിക്കുന്ന മദ്യപിക്കുന്ന തീന്മേശയ്ക്ക് ചുറ്റും അയാൾ ഇരിക്കാൻ പാടില്ല. മദ്യപിക്കുന്ന തീന്മേശയ്ക്ക് ചുറ്റും അയാൾ ഇരിക്കാൻ പാടില്ല. അതൊരു ശക്തമായ ആഹ്വാനമാണ്. ഞാൻ മദ്യം കഴിക്കുന്നില്ല, പക്ഷേ എൻ്റെ കൂട്ടുകാർ ഒരു തീന്മേശയിൽ ഇരുന്ന് മദ്യപിക്കുകയാണ്, ഭക്ഷണത്തോടൊപ്പം മദ്യപിക്കുകയാണ്. വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആ തീന്മേശയുടെ ചുറ്റും ഉണ്ടാവാൻ പാടില്ല. ഞാൻ മദ്യപിക്കുന്നില്ലെങ്കിൽ പോലും, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പോലും അവർ മദ്യപിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറങ്ങിപ്പോരുവാൻ എനിക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതിനെൻ്റെ വിശ്വാസം എന്നെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. മദ്യം കൂടി വിളമ്പുന്ന ബാർ ഹോട്ടലുകൾ, ആ ബാർ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും കേറാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ഹദീസിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മദ്യം വിളമ്പുന്ന ഹോട്ടലുകൾ, ബാർ ഹോട്ടലുകൾ, അവിടെ നമ്മൾ സാധാ ഭക്ഷണം കഴിക്കാനാണെങ്കിലും ശരി അവിടെ പോകാതിരിക്കലാണ് നല്ലത്. നിഷിദ്ധം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ പ്രവേശിക്കാതിരിക്കലാണ് കൂടുതൽ ഉചിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം മദ്യത്തോടുള്ള ഒരു വെറുപ്പ് വിശ്വാസിയുടെ മനസ്സിൽ രൂപപ്പെടേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു പ്രവാചക വചനം ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശ്റത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിന്റെ കാര്യത്തിൽ 10 പേരെ ശപിച്ചിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, മദ്യത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 പേരെ ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ റസൂൽ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകൻ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ, അയാളോട് വെറുപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം വലിയ ദുഷ്ടനായിരിക്കും, എത്രമാത്രം വലിയ ദുശ്ചൈരിയായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവുക. ഇവിടെയാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന, മദ്യത്തിന്റെ കാര്യത്തിൽ 10 ആളുകൾ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ആരൊക്കെയാണത്? ആസിറഹ, മദ്യം വാറ്റുന്നവൻ, മദ്യം വാറ്റുന്നവനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. വമുഅ്തസിറഹ, ആർക്ക് വേണ്ടിയാണോ മദ്യം വാറ്റുന്നത് അയാളെയും അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. മദ്യം വാറ്റുന്നവനെയും ആർക്ക് വേണ്ടിയാണോ മദ്യം വാറ്റുന്നത് അയാളെയും അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ശാരിബഹ വഹാമിലഹ, മദ്യപിക്കുന്നവൻ, ശാരിബഹ മദ്യം കുടിക്കുന്നവൻ, വഹാമിലഹ മദ്യം വഹിക്കുന്നവനും. ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ മടങ്ങി വരുമ്പോ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ മദ്യം കൊടുത്തയക്കും. അപ്പോ എൻ്റെ കയ്യിൽ എന്താണ് എൻ്റെ സുഹൃത്ത് കൊടുത്തയക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കണം. അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ കൊടുത്തയക്കുന്നത്. അത് മദ്യമാണെങ്കിൽ ഒരിക്കലും ഞാനത് സ്വീകരിക്കാൻ പാടില്ല. കാരണം അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു ആരെ? മദ്യപിക്കുന്നയാളെ മാത്രമല്ല, വഹാമിലഹ മദ്യം വഹിക്കുന്നയാൾ, വൽ മഹ്മൂലത ഇലൈഹി മദ്യം ആർക്ക് വേണ്ടിയാണോ വഹിക്കുന്നത് അയാളെയും ശപിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണോ മദ്യം വഹിക്കുന്നത് അയാളെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വസാഖിയഹ മദ്യം കുടിക്കുന്നവൻ, വബായിഹ മദ്യം വിൽക്കുന്നവൻ, വആക്കില സമനിഹ മദ്യത്തിന്റെ വില തിന്നുന്നവൻ, വൽ മുസ്തരീലഹ മദ്യം വിലക്ക് വാങ്ങുന്നവൻ, വൽ മുസ്തറാത്തലഹു ആർക്ക് വേണ്ടിയാണോ മദ്യം വിലക്ക് വാങ്ങുന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. മദ്യപിക്കുന്ന മനുഷ്യരെ മാത്രമല്ല ശപിച്ചിരിക്കുന്നത്, മദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. മദ്യം വാറ്റുന്നവനെ ശപിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണോ മദ്യം വാറ്റുന്നത് അയാളെയും ശപിച്ചിരിക്കുന്നു. മദ്യം കുടിക്കുന്നവനെയും മദ്യം വഹിക്കുന്നവനെയും ആർക്ക് വേണ്ടിയാണോ മദ്യം വഹിക്കുന്നത് അയാളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മദ്യം വിൽക്കുന്നവൻ, മദ്യത്തിന്റെ വില തിന്നുന്നവൻ, വൽ മുസ്തരീലഹ മദ്യം വിലക്ക് വാങ്ങുന്നവൻ,
ആർക്ക് വേണ്ടിയാണോ അയാൾ മദ്യം വിലക്ക് വാങ്ങുന്നത് അയാളെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യത്തോട് എന്നും വെറുപ്പുള്ള ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാവണം, നമ്മുടെ കുടുംബങ്ങൾക്ക് സാധ്യമാവണം. മദ്യവുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾ നടത്തലും അതുമായി ബന്ധപ്പെട്ട എന്ത് ഇടപാടുകളുണ്ടോ അത്തരം ഇടപാടുകൾ നടത്തലുമെല്ലാം നിഷിദ്ധം തന്നെയാണ്, ഹറാം തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഹറമൽ ഖംർ, അല്ലാഹു തആല മദ്യം നിഷിദ്ധമാക്കിയിരിക്കുന്നു, വസമനഹ, മദ്യത്തിന്റെ വിലയെയും, വഹറമൽ മൈത്തത വസമനഹ വഹറമൽ ഖിൻസീറ വസമനഹു, അല്ലാഹു തആല ശവത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിന്റെ വിലയെയും, പന്നിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിന്റെ വിലയെയും. മദ്യത്തിനെ എന്തിനോടെല്ലാമാണ് തുലനം ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്? അല്ലാഹ് മദ്യം നിഷിദ്ധമാക്കിയതിന്റെ വിലയെ, ശവം നിഷിദ്ധമാക്കി, അള്ളാന്റെ പേരിൽ അറക്കാത്തത്, അതാണല്ലോ ശവം എന്ന് പറയുന്നത്, അത് നിഷിദ്ധമാക്കി, അതിന്റെ വിലയെയും. അതുപോലെ തന്നെ പന്നിമാംസം നിഷിദ്ധമാക്കി, അതിന്റെ വിലയെയും. ഒന്നാമത് പറഞ്ഞു മദ്യം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിന്റെ വിലയെയും എന്നാണ്. അതൊരു ഇടപാടായിട്ട്, അതൊരു വരുമാന മാർഗമായിട്ട് ഒരു വിശ്വാസിയും സ്വീകരിക്കാൻ പാടില്ല. ഹറാമിന്റെ സമ്പാദ്യമാണത്, ഹറാമിന്റെ സമ്പാദ്യമാണ്. വലിയ പ്രത്യാഘാതമാണ് മദ്യപാനികളായ ആളുകൾക്കുള്ളത്, വലിയ പ്രത്യാഘാതം. ആത്മീയവും ഭൗതികവുമായ പ്രത്യാഘാതങ്ങൾ. ആത്മീയമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വമൻ ശരിബ മുസ്കിറൻ ബുഖിസത് സ്വലാത്തുഹു 40 സ്വബാഹ. വമൻ ശരിബ മുസ്കിറൻ, ആരെങ്കിലും ലഹരി വസ്തു കുടിക്കുകയാണെങ്കിൽ, ബുഖിസത് സ്വലാത്തുഹു, അവന്റെ നമസ്കാരം പാഴായിപ്പോയി. 40 സ്വബാഹ, 40 പ്രഭാതങ്ങളിലെ നമസ്കാരം പാഴായിപ്പോയി. 40 പ്രഭാതങ്ങളിലെ നമസ്കാരം പാഴായിപ്പോയി. സുബ്ഹ് നമസ്കരിക്കുവാൻ എത്ര കൃത്യമായി പള്ളിയിലെത്തിയിട്ടും എത്ര കൃത്യമായി നിർവഹിച്ചിട്ടും കാര്യമില്ല. മദ്യപാനം അത് ഒരു സ്വഭാവമായി സ്വീകരിച്ചാൽ, ആരെങ്കിലും മദ്യപിച്ചാൽ, വമൻ ശരിബ മുസ്കിറൻ, ആരെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചാൽ, കുടിച്ചാൽ, ബുഖിസത് സ്വലാത്തുഹു, അയാളുടെ നമസ്കാരം പാഴായിപ്പോയി. 40 സ്വബാഹൻ, 40 പ്രഭാതങ്ങളിലെ നമസ്കാരം പാഴായിപ്പോയി. 40 പ്രഭാതങ്ങളിലെ നമസ്കാരം എന്ന് മാത്രമല്ല, ചില ഹദീസുകളിൽ 40 ദിവസത്തെ നമസ്കാരം എന്നും കാണാൻ കഴിയും. ഒമൻ ശരിബഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ, മദ്യം കുടിച്ചാൽ, ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു തആല അയാളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു അയാളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. വയൻ മാത വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ്യ, മദ്യം വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരിച്ചാലോ അയാൾ അനിസ്ലാമികമായ മരണമാണ് മരിച്ചത്. ഫിറഔന്റെ മരണം, അബൂജഹലിന്റെ മരണം, അതാണല്ലോ അനിസ്ലാമികമായ മരണം, ഈമാൻ കിട്ടാതെയുള്ള മരണം. സഹോദരങ്ങളെ, ഒരാൾ മദ്യം വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചാൽ അനിസ്ലാമികമായ മരണമാണ് മരിച്ചതെന്ന് നമ്മോട് പറയുന്ന സ്വാഹിബുൽ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിവ്യബോധനമുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ വെറുതെ എന്ന് പറയൂലല്ലോ, കൃത്യമായ വഹയിന്റെ അടിത്തറയിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോലും ഒരൽപ്പം ഉപയോഗിക്കാൻ പാടില്ല. നാളുകൾ സിനിമയിലും മറ്റാസ്വാദന മേഖലയിലുമൊക്കെ ധാരാളം ഈ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ തോന്നി ടേസ്റ്റ് നോക്കാൻ ഒരൽപ്പം കുടിച്ചു നോക്കിയാലോ. മദ്യത്തെ സംബന്ധിച്ച് എങ്ങനെ ഒരു നിലപാടുണ്ടാവാൻ പാടില്ല. മദ്യത്തിൽ നിന്ന് അകറ്റുകയാണ്. ടേസ്റ്റ് നോക്കാൻ പോലും ഒരൽപ്പം, ലഹരിയൊന്നും ആവൂലല്ലോ എന്ന് കരുതി ടേസ്റ്റ് നോക്കാൻ, കുറച്ച് കുടിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് പാടില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരുപാട് ഉപയോഗിച്ചാൽ, കുറെ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്ന വസ്തുക്കൾ അത് കുറച്ചും ഉപയോഗിക്കാൻ പാടില്ല. കുറച്ചുപയോഗിക്കുന്നതും നിഷിദ്ധം തന്നെയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുപയോഗിക്കുന്നതും നിഷിദ്ധം തന്നെയാണ്. വമാ അസ്കറ മിൻഹുൽ ഫറഖു ഫമിൽഉൽ കഫ്ഫി മിൻഹു ഹറാം. ഒരുപാട് ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതൊരു കൈക്കുമ്പിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ. ഒരു കൈക്കുമ്പിൾ മാത്രമേ അയാൾ ഉപയോഗിച്ചിട്ടുള്ളൂ, അതും നിഷിദ്ധമാണ്.
അതും നിഷിദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നിഷിദ്ധം എന്ന് മാത്രമല്ല, നമ്മുടെ പരലോക വിജയം നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ് മദ്യപാനത്തിലൂടെ. ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംർ, മദ്യപാനി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻമാത വഹുവ മുദ്മിനു ഖംറിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മദ്യപാനിയായിട്ട് ആരെങ്കിലും മരിച്ചാൽ ലഖിയല്ലാഹ കആബിദി വസനിൻ, വിഗ്രഹാരാധന ചെയ്തവനെ പോലെ ആയിരിക്കും അല്ലാഹുവിനെ നാളെ പരലോകത്ത് അയാൾക്ക് കണ്ടുമുട്ടേണ്ടി വരിക. അല്ലാഹു അല്ലാത്തതിനെ അവനിൽ പങ്കുചേർത്താൽ അള്ളാഹ്ക്ക് കോപമുള്ള കാര്യമാണ്, ഒരു സംശയവുമില്ല. അള്ളാഹു കോപിഷ്ഠനാണ്. അതുപോലെ അള്ളാഹു കോപിഷ്ഠനായിരിക്കും മദ്യപാനിയോട്. നരകശിക്ഷ മാത്രമാണ് അയാളെ കാത്തിരിക്കുന്നത്. വയൻമാത്ത ദഖലന്നാർ, മരിച്ചാൽ നരകത്തിലാണ് പ്രവേശിക്കുക. വയൻ താബല്ലാഹു അലൈഹി, പശ്ചാത്തപിച്ചാൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും. മദ്യപാനത്തിന്റെ ഒരു ജീവിതം അയാൾ നയിച്ചിരുന്നു. അയാൾ പശ്ചാത്തപിച്ച് നന്നാവാൻ ശ്രമിച്ചു. അയാളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. പക്ഷേ പശ്ചാത്തപിച്ചതിന് ശേഷം വീണ്ടും അയാൾ മടങ്ങിയാൽ, വീണ്ടും അയാൾ മദ്യപിച്ചാൽ, അയാൾ മടങ്ങുകയും കുടിക്കുകയും ചെയ്താൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുസ്ഖിയഹു മിൻ റദ്ഗത്തിൽ ഖബാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാന ഹഖ്ഖൻ അലല്ലാഹ്, അല്ലാഹുവിന് ബാധ്യതയായിരിക്കുന്നു അൻ യുസ്ഖിയഹു മിൻ റദ്ഗത്തിൽ ഖബാൽ, പശ്ചാത്തപിച്ചതിന് ശേഷം വീണ്ടും കുടിച്ചാൽ റദ്ഗത്തുൽ ഖബാലിൽ നിന്ന് അയാളെ അല്ലാഹു തആല കുടിപ്പിക്കും. റദ്ഗത്തുൽ ഖബാൽ സ്വഹാബിമാർക്ക് മനസ്സിലായില്ല. പ്രവാചകരെ, വമാ റദ്ഗത്തുൽ ഖബാൽ, എന്താണ് റദ്ഗത്തുൽ ഖബാൽ പ്രവാചകരെ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വാറത്തു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നുള്ള ചീഞ്ചലമാണ്. മദ്യപാനിയായിരുന്നു, അയാൾ പശ്ചാത്തപിച്ചു. പക്ഷേ അയാൾക്ക് വീണ്ടും മദ്യക്കുപ്പി കണ്ടപ്പോ ക്ഷമിക്കാൻ സാധിച്ചില്ല, വീണ്ടും മദ്യപിച്ചു. ഇങ്ങനെ പശ്ചാത്തപിച്ചതിനു ശേഷം വീണ്ടും മദ്യപിക്കുന്നവൻ അയാൾ റദ്ഗത്തുൽ ഖബാലിൽ നിന്നോ അല്ലാഹു തആല കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാരെ ചോദിച്ചു, എന്താണ് പ്രവാചകരെ റദ്ഗത്തുൽ ഖബാൽ? നരകവാസികളുടെ ശരീരത്തിൽ നിന്നുള്ള ചിഞ്ചലമാണ് റദ്ഗത്തുൽ ഖബാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പല യുവാക്കളും മദ്യപിക്കാറുള്ളതൊരു പ്രസ്റ്റീജിന്റെ, ഒരു അഭിമാനത്തിന്റെ, ഒരു അന്തസ്സിന്റെ അടയാളമായിട്ടാണ്. സഹോദരങ്ങളെ, ഇത് അന്തസ്സിന്റെ അടയാളമല്ല, ഇത് അപമാനത്തിന്റെ അടയാളമാണ്. ഇമാം ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി മദ്യപാനികൾ ഏറ്റുവാങ്ങുന്ന 10 അപമാനങ്ങളെ സംബന്ധിച്ച് പറയുന്നു. 10 അപമാനങ്ങൾ, മദ്യപാനികൾ ഏറ്റുവാങ്ങുന്ന 10 അപമാനങ്ങൾ ഇമാം ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്. വഅലം അന്ന ഫീ ശുർബിഹാ, വഅലം, നീ അറിയണം, അന്ന ഫീ ശുർബിഹാ അശറത്തു ഖിസാൽ, മദ്യപാനത്തിൽ 10 കാര്യങ്ങളുണ്ട്, അപമാനകരമായ 10 കാര്യങ്ങൾ. മസ്മൂമത്തുൻ, ആക്ഷേപാർഹമായ 10 കാര്യങ്ങൾ. തഖഉലഹു ഫിദ്ദുനിയ, മദ്യപിക്കുന്നയാൾ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന 10 കാര്യങ്ങളാണ്. അവ്വലുഹാദിൽ, ഒന്നാമത്തേത്, ഇദാ ശരിബഹാ യസീറു ബിമൻസിലത്തിൽ ജുനൂനി, അത് കുടിച്ചാൽ ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വയസീറ മുളഹിക്കത്തൻ ലിസ്ബിയാൻ, കുട്ടികൾ ചിരിക്കുകയാണ്. അയാളുടെ പ്രവർത്തനങ്ങൾ കണ്ട് കുട്ടികളെ ചിരിപ്പിക്കുന്നവനായി അയാൾ മാറുകയാണ്. മദ്മൂമത്തുൻ ഇൻദൽ ഉഖലാ, ബുദ്ധിമാന്മാരുടെ അടുക്കൽ ആക്ഷേപിക്കപ്പെടുന്നവനായിട്ട് മാറുകയാണ്. ജനങ്ങളുടെ പരിഹാസപാത്രമായിട്ട് അയാൾ മാറുന്നു എന്നുള്ളതാണ്. അതാണ് മദ്യപാനി ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ അപമാനമെന്ന് പറയുന്നത്. സാനീഹാദിൽ രണ്ടാമത്തെ അപമാനം എന്താണ്? അന്നഹു മുദ്ഹിബത്തുൽ അഖ്ലി മുത്ലിഫത്തുൽ മാൽ, അത് മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതും അവന്റെ ധനത്തെ നശിപ്പിക്കുന്നതുമാണ്. മൂന്നാമത്തെ അപമാനം എന്താണ്? അന്ന ശുർബഹാ സബബുൻ ലിൽ അദാവത്തി ബൈനൽ ഇഖ്വാനി വൽ അസ്തിഖാ, മദ്യപാനം സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഇടയിൽ ശത്രുതയുണ്ടാക്കുന്നതാണ്. സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഇടയിൽ ശത്രുതയ്ക്ക് കാരണമാവുന്നതാണ് മദ്യപാനം. നാലാമത്തേത് അന്ന ശുർബഹാ യംനഉ മിൻ ദിക്രില്ലാഹി വ മിനസ് സ്വലാ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും മദ്യപാനം ജനങ്ങളെ തടയുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും.
ഖാമിസുഹ അഞ്ചാമത്തേത് എന്താണ്? അന്ന ശുർബഹ യഹ്മിലു അല സിനാ വഅലാ ത്വലാഖി ഇംറഅതിഹി വഹുവ ലാ യദ്രി. വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കും മദ്യപാനം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അറിയാതെ അയാൾ തൻ്റെ ഭാര്യയോട് ത്വലാഖിന്റെ വചനങ്ങൾ മൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ മദ്യപാനിയായ ഒരാൾ, ലഹരി ബാധിച്ച അവസ്ഥയിൽ ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ അത് സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ചൊല്ലാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത കാര്യമാണ് ത്വലാഖിന്റെ വചനം എന്ന് പറയുന്നത്. ത്വലാഖിന്റെ വചനം വരെ ഉരുവിടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മദ്യപാനം. സാദിസുഹ ആറാമത്തെ അപമാനം എന്താണ്? അന്നഹാ മിഫ്താഹുൽ ലികുല്ലി ശർ, എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യം. സാബിയുഹ ഏഴാമത്തേത് അന്ന ശുർബഹ യുസിൽ ഹഫലത്തൽ കിറാം ബിറായിഹത്തിൽ കരീഹ, അല്ലാഹുവിന്റെ ആദരണീയരായ മലക്കുകൾക്കടക്കം ദുർഗന്ധം സമ്മാനിക്കുകയാണ് മദ്യപാനി. മലക്കുകളുണ്ട് മനുഷ്യന്റെ രണ്ട് ചുമലുകളിലും, അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ എപ്പോഴും അവന്റെ കൂടെയുണ്ട്. ഈ മലക്കുകൾക്കടക്കം ദുർഗന്ധം സമ്മാനിക്കുകയാണ് മദ്യപാനി. ഹാമിനുക എട്ടാമത്തേത് തന്നെ ശുർബഹ ഔജബ അലാ നഫ്സിഹി 40 ജൽദ, മദ്യപാനി തൻ്റെ മേൽ 40 അടി നിർബന്ധമാക്കിയിരിക്കുന്നു. 40 അടി. ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്താണ് 40 അടി മദ്യപാനിക്കുള്ളത്. ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തയിടത്തല്ല. പക്ഷേ അങ്ങനെ 40 അടി അയാൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഫഇല്ലം യുളറബ് ഫിദ്ദുനിയാ ളുരിബ ഫിൽ ആഖിറ ബിസിയാത്തിൻ മിൻ നാരിൻ അലാ റൂസിൽ അഷ്ഹാദി വന്നാസു യൻദുറൂന ഇലൈഹി വൽ ആബാഉ വൽ അസ്തിഖാ. ദുനിയാവിൽ ഈ അടി അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പരലോകത്ത് ഈ അടി അയാൾക്ക് കിട്ടും. പരലോകത്ത് ഈ അടി കിട്ടുന്നു ബിസിയാത്തിൻ മിൻ നാരിൻ, അഗ്നിയുടെ ചാട്ടമാറ് കൊണ്ടായിരിക്കും. അലാ റൂസിൽ അഷ്ഹാദ്, ഒരുപാട് സാക്ഷികളെ മുൻനിർത്തിക്കൊണ്ട്. വന്നാസു യൻദുറൂന ഇലൈഹി വൽ ആബാഉ വൽ അസ്തിഖാ, ജനങ്ങളെല്ലാം നോക്കിയിരിക്കെ, മുതിർന്ന ആളുകളുണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, അവരുടെ എല്ലാം കൺമുമ്പിൽ അഗ്നിയുടെ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ് നാളെ പരലോകത്തെ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്. താസിയൂഹ ഒമ്പതാമത്തേത്, മദ്യപാനത്തിന്റെ 9ാമത്തെ പ്രത്യാഘാതം എന്താണ്? അന്നഹു ഉഗ്ലിക ബാബുസ്സമാ, മദ്യപാനിയുടെ മുമ്പിൽ ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഫലാ തുർഫഉ ഹസനാതുഹു വലാ ദുആഉഹു 40 യൗമ, അയാളുടെ നന്മകളോ അയാളുടെ പ്രാർത്ഥനകളോ 40 ദിവസം അല്ലാഹു സ്വീകരിക്കുകയില്ല. മദ്യം ഞാൻ ഇന്ന് സേവിച്ചാൽ ഇന്ന് തൊട്ട് 40 ദിവസത്തേക്ക് എൻ്റെ പ്രാർത്ഥനയോ എൻ്റെ നമസ്കാരമോ ഉയർത്തപ്പെടുന്നില്ല, അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. ഫലാ തുർഫഉ ഹസനാതുഹു, അയാളുടെ നന്മകൾ ഉയർത്തപ്പെടുന്നില്ല. വലാ ദുആഉഹു, അയാളുടെ പ്രാർത്ഥനയും. 40 യൗമ, 40 ദിവസം. 40 ദിവസം അയാൾ ചെയ്ത അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. എന്നാണോ അയാൾ മദ്യപിച്ചത്, ആ മദ്യപാനം ചെയ്തതിന് ശേഷം 40 ദിവസം അല്ലാഹു അയാളുടെ പ്രാർത്ഥനകളോ നന്മകളോ സ്വീകരിക്കുന്നില്ല. ആശിറുഹ 10ാമത്തേത് അന്നഹു മഖാതിറുൻ ബിനഫ്സിഹി, മദ്യപാനം ഒരു മനുഷ്യൻ തന്നെ അപകടത്തിൽപ്പെടുത്തലാണ്, തൻ്റെ ശരീരത്തെ അപകടത്തിൽപ്പെടുത്തലാണ്. ലിഅന്നഹു യഖാഫു അലൈഹി, കാരണം അയാൾ തൻ്റെ കാര്യത്തിൽ ഭയപ്പെടണം. അയ്യുൻസഅൽ ഈമാനു മിൻഹു ഇൻദ മൗതിഹി, മരണസന്ദർഭത്തിൽ ഈമാൻ അയാളിൽ നിന്ന് ഊരിയെടുക്കപ്പെടുമോ എന്ന്, മരണസമയത്ത് ഈമാൻ അയാളിൽ നിന്ന് വിശ്വാസം ഊരിയെടുക്കപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെടണം. അയാളുടെ ശരീരത്തെ അയാൾ മദ്യപാനത്തിലൂടെ അപകടപ്പെടുത്തുകയാണ്. 10 കാര്യങ്ങൾ അഭിമാനത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, അന്തസ്സിൻ്റെ അടയാളമായിട്ട് പല ചെറുപ്പക്കാരും കാണുന്ന മദ്യപാനമുണ്ടല്ലോ, ആ മദ്യപാനം വരുത്തി വെക്കുന്ന അപമാനത്തിൻ്റെ, നിന്ദ്യതയുടെ 10 കാര്യങ്ങളാണ് ഉസ്മാൻ ഇബ്നു ശത്തുൽ ബഖരി റഹ്മഹുല്ലാഹ്, ഉസ്മാൻ ഇബ്നു ശത്തുൽ ബഖരി റഹ്മഹുല്ലാഹ് തൻ്റെ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സാധിക്കണം, എല്ലാവർക്കും സാധിക്കണം. എൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്നവർ മദ്യപിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ മദ്യമുക്തമായ ഒരു സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമങ്ങൾ, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. മദ്യമുക്തമായ ഒരു സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കണം.
മദ്യം തിന്മകളുടെ മാതാവാണ്, ഉമ്മുൽ ഖബായിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ലോകക്രമത്തെ ഒന്ന് നോക്കുക. ഇന്ന് ലോകത്ത് ഈ അക്രമവും തിന്മയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രധാന വില്ലൻ മദ്യം തന്നെയാണ്. പ്രധാന വില്ലൻ മദ്യം തന്നെയാണ്. ഇന്നത്തെ കൊലപാതകങ്ങളിൽ 74%, അതുപോലെ തന്നെ കയ്യേറ്റങ്ങളിൽ 83%, സ്ത്രീപീഡനങ്ങളിൽ 69% നടക്കുന്നത് മദ്യപാനത്തിലൂടെയാണ്. പഠനങ്ങൾ പറയാൻ കൊലപാതകങ്ങളിൽ 84%, കൊലപാതകങ്ങളിൽ 74%, കയ്യേറ്റങ്ങളിൽ 83%, കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കവർച്ചകൾ, അതിലെ 83%, സ്ത്രീപീഡനങ്ങളിൽ 69% നടക്കുന്നത് മദ്യപാനത്തിലൂടെയാണ്. മനുഷ്യൻ തൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. അവൻ്റെ ശരിയായ ബുദ്ധിപരമായ നിലവാരത്തിൽ നിന്ന് അവൻ താഴോട്ട് പോകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ക്രൂരതകൾ, സ്ത്രീപീഡനങ്ങൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? പ്രധാന വില്ലനായിട്ട് മദ്യമുണ്ട്. ചരിത്ര പണ്ഡിതനായിട്ടുള്ള അർണോൾഡ് ടോയംബി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ലോകത്ത് വലിയ വലിയ നാഗരികതകൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. ലോകത്ത് തകർന്നു പോയ 21 നാഗരികതകളിൽ 19 തകർന്നു പോയത് ലഹരിയോടുള്ള ആസക്തി കൊണ്ടായിരുന്നു. ലഹരിയോട് ആ ജനതയ്ക്കുള്ള ആസക്തി, ലഹരിയോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു. ലോക നാഗരികതകളിൽ 19 21 നാഗരികതകളിൽ നശിച്ചുപോയ 21 നാഗരികതകളിൽ 19 നശിച്ചുപോയതെന്ന് അർണോൾഡ് ടോയംബി വ്യക്തമാക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു നാശത്തിലേക്കാണ് സത്യത്തിൽ നമ്മുടെ നാടും നടന്നു നീങ്ങുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും, ലോക്ക്ഡൗൺ കാലയളവിൽ പോലും നമ്മുടെ നാട്ടിലെ മദ്യഷോപ്പുകൾ വേണ്ടത്ര അടഞ്ഞു കടന്നില്ല എന്നുള്ളതാണ്. തുറന്നു, ക്ഷമയുണ്ടായില്ല ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം. മദ്യഷോപ്പുകൾ തുറന്നു ഭരണകൂടങ്ങൾ. കാരണം മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്നവരും അതുമായി ബന്ധപ്പെട്ട് നിരവധി സംസാരിക്കുന്നവരുമാണ് ഭരണാധികാരികൾ. പക്ഷേ മദ്യം എപ്രകാരമാണ് നമ്മുടെ ജനതയുടെ ആരോഗ്യത്തെ കാർന്ന് തിന്നുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കൃത്യമായ പഠനങ്ങൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. മുഴുക്കുടിയന്മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പട്ടിക തന്നെ തയ്യാറാക്കി ലോകത്തിന്റെ മുമ്പിൽ ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മക്കുറവ്, അക്രമവാസന, വിഷാദം, അതുപോലെ വായിലും തൊണ്ടയിലുമുള്ള ക്യാൻസർ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രതിരോധ ശേഷി കുറവ്, ഇവയെല്ലാം തന്നെ മദ്യപാനികളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നു എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടന ഈ ശക്തമായ മുന്നറിയിപ്പ് ലോകത്തിന്റെ മുമ്പിൽ വെക്കുമ്പോൾ എന്തുകൊണ്ട് പടിപടിയായിട്ടെങ്കിലും മദ്യമുക്തമായൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഭരണകൂടങ്ങൾക്കില്ലാതെയായി പോകുന്നു എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും മദ്യത്തെ സംബന്ധിച്ചുള്ള വരുമാനത്തെക്കുറിച്ചുള്ള ആശങ്ക അത് മാത്രം ഭരണകൂടങ്ങളെ നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോക നാഗരികതകൾ, നശിച്ചുപോയ ലോക നാഗരികതകളുടെ പട്ടികയിലേക്ക് നമ്മളും പോകുന്നു എന്ന് ചിന്തിക്കണം. കൊറോണ കാലം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഈ മനുഷ്യരിൽ അല്പമെങ്കിലും മദ്യാസക്തി ഉണ്ടെങ്കിൽ വീടുകളിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ മദ്യഷാപ്പുകൾ തുറക്കപ്പെടുന്ന ഈ അവസ്ഥ വലിയ അപകടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ കാലത്തെങ്കിലും മദ്യഷാപ്പുകൾ അടഞ്ഞു കിടക്കണം എന്ന് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഇത് പറയുമ്പോൾ സങ്കടം തോന്നുകയാണ് സഹോദരങ്ങളെ. മദ്യത്തെ സംബന്ധിച്ച് വളരെ ശക്തമായി സംസാരിച്ച ദർശനം അതാണ് ഇസ്ലാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, പാനീയങ്ങളായിട്ടുള്ള മദ്യം മാത്രമല്ല, ദ്രാവക രൂപത്തിലുള്ള മദ്യം മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് പറഞ്ഞത്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാൻസ്, പാൻപരാഗ്, ഗുഡ്ക എന്ന് തുടങ്ങി ചെറുതോ വലുതോ ആയ രീതിയിൽ മനുഷ്യരിൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ
അവയിൽ നിന്നെല്ലാം ഏറിയോ കുറഞ്ഞോ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. ഇവയെല്ലാം നിഷിദ്ധമായ മദ്യത്തിന്റെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുക. കുറച്ച് ലഹരിയെ അതുണ്ടാക്കുന്നുള്ളൂ എന്ന് ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയരുത്. കാരണം പ്രവാചകൻ പറഞ്ഞത് മാ അസ്കറ ഖലീലുഹു വ കസീറുഹു ഹറാം. കുറച്ച് ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത്, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത്, കുറച്ച് ഉപയോഗിച്ചാലും അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. മത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പാനീയമാവണമെന്നില്ല, അത് ഖരവസ്തുവാണെങ്കിലും അത് ദ്രാവകമാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും, മദ്യം എന്ന ഒരുപക്ഷേ നമ്മളതിനെ പേരിട്ട് വിളിക്കുന്നുണ്ടാവില്ല, പക്ഷേ ലഹരി ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ ഒഴിവാക്കിയേ പറ്റൂ. ഇങ്ങനെയുള്ള ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാർക്കറ്റിൽ വ്യാപകമാവും, പക്ഷേ ആളുകൾ അതിനെ സംബന്ധിച്ച് മദ്യം എന്ന് പറയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലയശ്റബന്ന നാസു മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ കുടിക്കും, അവർ ഉപയോഗിക്കും അൽ ഖംർ, മദ്യം ഉപയോഗിക്കും. ഒരു വിഭാഗം ആളുകൾ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തന്നെ അവർ മദ്യം ഉപയോഗിക്കും. യുസമ്മൗനഹാ ബിഗൈരി ഇസ്മിഹാ, മദ്യത്തിന്റെ പേരല്ലാത്ത മറ്റു പേരുകളൊക്കെയാണ് അതിനെ വിളിക്കുക. മദ്യത്തിന്റെ പേര് വിളിക്കൂല, വേറെ ഏതെങ്കിലും പേരുകൾ വിളിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ഉപയോഗിക്കും. ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഷോപ്പുകളിൽ, നമ്മുടെ കടകളിൽ വിൽക്കാനും പാടില്ല. നമുക്ക് എത്ര സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ലഹരിയുള്ള വസ്തുക്കൾ നമ്മുടെ കടകളിൽ നമ്മൾ വിൽക്കാനും പാടില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സാദുൽ മആദിൽ വിശദീകരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അമ്മാ തഹരീമു ബൈഇൽ ഖംർ, മദ്യം വിൽക്കൽ ഹറാമാണ്. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. മദ്യം വിൽക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഫയദ്ഖുലു ഫീഹി തഹരീമു ബൈഇ കുല്ലി മുസ്കിറിൻ, അതിൽ പ്രവേശിക്കും ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും വിൽക്കൽ ഹറാമാണ്. മദ്യം വിൽക്കൽ ഹറാമാണെന്ന് പറയുമ്പോൾ ഒരു നാട്ടിൽ വ്യാപകമായിട്ട് മദ്യം എന്ന് പറയുന്ന വസ്തു മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും വിൽക്കൽ ഹറാമാണ്. മാഇയൻ കാന, അത് ദ്രാവകമാവട്ടെ, ഔ ജാമിദൻ, അത് ഖരവസ്തുവാവട്ടെ, അസ്വീറൻ, അത് ജ്യൂസ് രൂപത്തിലുള്ളതാവട്ടെ, ഔ മത്ബൂഹൻ, അതല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്നതാവട്ടെ, എന്താണെങ്കിലും, ദ്രാവകമാണെങ്കിലും ഖരവസ്തുവാണെങ്കിലും ജ്യൂസ് രൂപത്തിലുള്ളതാണെങ്കിലും അതല്ലെങ്കിൽ പാകം ചെയ്യുന്നതാണെങ്കിലും വാതക രൂപത്തിലുള്ളതാണെങ്കിലും അതല്ലെങ്കിൽ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ലഹരിയാണ്. ലഹരിയുടെ വിധി മൊത്തത്തിൽ എല്ലാറ്റിനും ഒന്നാണ്, നിഷിദ്ധമാണ്. കാരണം മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ പ്രകൃതത്തിലും ഇവയെല്ലാം ഉണ്ടാക്കുന്ന അപകടങ്ങൾ തുല്യമാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ലഹരി കൂടുതൽ ഉണ്ടാക്കുന്നതും അത്രയ്ക്ക് ലഹരി ഉണ്ടാക്കാത്തതും ഉണ്ടാവാം. പക്ഷേ ലഹരിയിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നതുകൊണ്ട് നിഷിദ്ധമല്ല എന്ന് പറയുക സാധ്യമല്ല. എല്ലാം നിഷിദ്ധമാണ്, എല്ലാം നിഷിദ്ധമാണ്. ഉപയോഗിക്കൽ നിഷിദ്ധമാണെന്ന് മാത്രമല്ല, അതിന്റെ ഇടപാടും നിഷിദ്ധമാണ്. അമ്മാ തഹരീമു ബൈഇൽ ഖംറി, ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. അമ്മാ തഹരീമു ബൈഇൽ ഖംർ, മദ്യം വിൽക്കൽ ഹറാമാണെന്നത്, ഫയദ്ഖുലു ഫീഹി, അതിൽ പ്രവേശിക്കും തഹരീമു ബൈഇ കുല്ലി മുസ്കിറിൻ, ലഹരിയുള്ള എല്ലാം വിൽക്കൽ ഹറാമാണെന്നുള്ള മസ്അല. മാഇയൻ കാന, അത് ദ്രാവകമാവട്ടെ, ഔ ജാമിദൻ, അതല്ലെങ്കിൽ ഖരവസ്തുവാവട്ടെ, അസ്വീറൻ, ജ്യൂസ് രൂപത്തിലുള്ളതാകട്ടെ, ഔ മത്ബൂഹൻ, അതല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്നതാവട്ടെ, വാതക രൂപത്തിലുള്ളതും ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നതും ഒക്കെയായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ എന്ന് ലഹരി കൊണ്ട് ഒരുപക്ഷേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് വിശദീകരിക്കാത്തതും ചർച്ച ചെയ്യാത്തതുമായ ലഹരി വസ്തുക്കൾ ഇനിയും സമൂഹത്തിൽ പുതിയതായിട്ട് വരാം. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒറ്റ മാനദണ്ഡമേയുള്ളൂ, മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ ശരീരത്തിലും അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഹറാം തന്നെ, അത് ഹറാം തന്നെ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുസ്കിറിൻ വ മുഫ്തിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു അൻ കുല്ലി മുസ്കിർ, എല്ലാ ലഹരി വസ്തുക്കളെ സംബന്ധിച്ചും പ്രവാചകൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ലഹരി വസ്തുക്കളും. വ മുഫ്തിർ, മനുഷ്യന്റെ ശരീരത്തിൽ തളർച്ചയുണ്ടാക്കുന്ന വസ്തുക്കൾ, ലഹരി ഉണ്ടാക്കുന്നതും തളർച്ചയുണ്ടാക്കുന്നതുമായ
എല്ലാ വസ്തുക്കളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഇന്ന് പല ആളുകളും വളരെ വികൃതമായ രൂപങ്ങളാണ്. പല യുവാക്കൾ ആക്ഷേപിക്കുകയില്ല, നല്ലൊരുപാട് യുവാക്കളുണ്ട്, അവരെ കുറിച്ചല്ല പറയുന്നത്. പല യുവാക്കളും ലഹരിയുടെ കാര്യത്തിൽ വളരെ വികൃതമായ രൂപങ്ങളടക്കം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, അത് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും റസൂലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. തളർച്ചയുണ്ടാക്കുന്ന, മനുഷ്യന്റെ ശരീരത്തിൽ ലഹരിയും തളർച്ചയും ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, മദ്യത്തിന്റെ ലഹരിയുടെ ഭൗതികവും പാരത്രികവുമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് വിശദീകരിച്ചത്. ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രചോദനമുണ്ടാവേണ്ടതുണ്ട്. ലഹരിക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ആളുകൾ, നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നത് മാത്രമാവരുത് നമ്മുടെ ന്യായം. ലഹരിയില്ലാത്ത, ലഹരിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ലോകത്ത് മുന്നിൽ നിൽക്കേണ്ടുന്ന സമുദായമാണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും അവൻ്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലഹരിക്കെതിരെ ശക്തമായി നീങ്ങുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, മദ്യത്തിനെതിരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നതാവരുത്. തുടർന്നുള്ള ദിനങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. ഭരണകൂടങ്ങളുടെ മദ്യനയങ്ങളിൽ ക്രമേണയെങ്കിലും തിരുത്തലുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് തആല ആർജവത്തോടു കൂടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഈ ഓൺലൈനിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊറോണ, കോവിഡ്-19 ലോകത്ത് ഭീതിജനകമായ അവസ്ഥയിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ചും നമ്മുടെ രാജ്യത്ത് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പോലും. പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, രോഗമുക്തമായ ഒരു സമൂഹത്തെ പടച്ചവനെ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ നാഥ. അല്ലാഹുവേ, ഈ വൈറസിനെ പൂർണ്ണമായും നീ ഉയർത്തേണമേ റബ്ബേ. അല്ലാഹുവേ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ അവർ നാട്ടിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല സഹോദരങ്ങളും അല്ലാഹുവേ, അവരുടെ യാത്ര നീ എളുപ്പമാക്കണമേ നാഥ.
അല്ലാഹുവേ, പകർച്ചവ്യാധിയിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പടച്ചവനെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ലോകത്ത് മുഴുക്കയും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും പ്രയാസപ്പെടുകയാണ്. പടച്ചവരെ, പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പ്രവാസികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തികമായ പ്രതിസന്ധികളെ നീ പരിഹരിച്ചു തരയണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തികമായ ലോകത്ത് മുഴുക്കയും നീ എളുപ്പം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, കഷ്ടപ്പാടിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ കരകയറ്റണമേ റബ്ബേ. അല്ലാഹുവേ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന യുവതീ യുവാക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ വിവാഹം നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കൾക്ക് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണമേ റബ്ബേ. അവരാഗ്രഹിക്കുന്ന ഉന്നതമായ വിദ്യാഭ്യാസവും അവരാഗ്രഹിക്കുന്ന ഉന്നതമായ തൊഴിലും നൽകി പടച്ചവരെ ഞങ്ങളുടെ യുവാക്കളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ധാർമ്മിക ബോധമുള്ള യുവാക്കളായി ഞങ്ങളുടെ യുവാക്കളെ നീ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും അല്ലാഹുവേ യുവാക്കളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ സന്തോഷം, സമാധാനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ദൗർഭാഗ്യകരമായ വേർപാടുകളിൽ നിന്ന്, ത്വലാഖിൽ നിന്ന്, ഖുൽഇൽ നിന്ന്, ഫസ്ഖിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹുവേ അവരുടെ ബർസഖി ജീവിതം വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, മരണാനന്തരം ഞങ്ങളുടെ എല്ലാവരുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലിട്ടുകൊണ്ട് പടച്ചവരെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അർശിന്റെ നിഴൽ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാകുന്നവരുടെ കൂട്ടത്തിലെല്ലാം അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, സിറാത്തിലൂടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാണം മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫിർദൗസിൽ പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സംഗമിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി وعن بقية الصحابة والصحابية كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات